എവറിബഡി. അപ്പൊ ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് നമ്മുടെ ബയോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് നമ്മൾ ജെനറ്റിക്സ് 2 എന്ന് വിളിക്കുന്ന മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ്. അത്യാവശ്യം നല്ല വെയിറ്റേജിന് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് നമ്മുടെ മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടുവരുന്ന ഏരിയാസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, അപ്പം 1 മാർക്കിന് സാധാരണയായിട്ട് YAC BAC ഇത് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോമും ബാക്ടീരിയ ആർട്ടിഫിഷ്യൽ ക്രോമസോമും. യെസ്, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെൻട്രൽ ഡോഗ്മയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പം ഒന്നെങ്കിൽ ഈ ഒരു ഡയഗ്രാം ബേസ്ഡ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ സെൻട്രൽ ഡോഗ്മ റിലേറ്റ് ചെയ്തുള്ള എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാറ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ന്യൂക്ലിയോടൈഡും ന്യൂക്ലിയോസൈഡും തമ്മിലുള്ള ഡിഫറൻഷിയേറ്റ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ വരും, അല്ലെങ്കിൽ അത് ഡയഗ്രാം ബേസ്ഡ് ആയിട്ട് തന്നെ ചോദിക്കാറുണ്ട്. ന്യൂക്ലിയോടൈഡ് ഏതാണ്, ന്യൂക്ലിയോസൈഡ് ഏതാണ്, അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡിന്റെ കമ്പോണൻസ് ഏതൊക്കെയാണ്, ന്യൂക്ലിയോസൈഡിന്റെ കമ്പോണൻസ് ഏതൊക്കെയാണ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ഡയഗ്രാം തന്നുകൊണ്ട് tRNA ഏതാണ്, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒക്കെ പാർട്സ് ലേബൽ ചെയ്യാൻ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. ആൻഡ് ഈ ഒരു ഡയഗ്രത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ tRNAയുടെ ആന്റി കോഡോൺ എന്ന് പറയുന്ന ഈ 3 കോഡോൺ എന്ന് വെച്ചാൽ ഈ 3 ബേസസ് ഇവിടെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയായിരിക്കും, ഈ ഒരു ആന്റി കോഡോണിന് കോംപ്ലിമെന്ററി ആയിട്ട് mRNAയിൽ കാണുന്ന കോഡോൺ ഏതാണ് എന്ന് എഴുതാനായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിൽ ഓൾറെഡി അത് മാർക്ഡ് ആണ്. അപ്പൊ ഇത് ലേബൽ ചെയ്യാത്ത രീതിയിൽ ആ ഒരു കോഡോൺ മാർക്ക് ചെയ്യാനായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് യൂക്യാരിയോട്സിൽ, സ്പെഷ്യലി യൂക്യാരിയോട്സിന്റെ കേസിലാണ് ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ജനറ്റിക് കോഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ സാലിയൻ ഫീച്ചേഴ്സ് മെയിൻലി 2 എണ്ണമെങ്കിലും എഴുതാൻ പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി അതിൽ തന്നെ ആ ഒരു 64 കോഡോണുകളിൽ, നമ്മുടെ ജനറ്റിക് കോഡിലെ 64 കോഡോണുകളിൽ ഏതാണ് ഇനീഷ്യേറ്റർ കോഡോൺ, ഏതൊക്കെയാണ് സ്റ്റോപ്പ് കോഡോൺസ്, ഇനീഷ്യേറ്റർ കോഡോൺ കോഡ് ചെയ്യുന്ന അമിനോ ആസിഡ് ഏതാണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ബോണ്ടുകൾ, അതായത് മെയിൻലി 4 ബോണ്ടുകൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഗ്ലൈക്കോസിഡിക് ബോണ്ട് പഠിക്കുന്നുണ്ട്, പെപ്റ്റൈഡ് ബോണ്ട് പഠിക്കുന്നുണ്ട്, ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് പഠിക്കുന്നുണ്ട്, ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് പഠിക്കുന്നുണ്ട്. ഇത് കൂടാണ്ട് ഹൈഡ്രജൻ ബോണ്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ബോണ്ടുകളെല്ലാം ഏതൊക്കെ മോളിക്യൂൾസ് തമ്മിലാണ് എന്നത് നിങ്ങൾ കൃത്യമായിട്ട് മാറിപ്പോകാണ്ട് തന്നെ പഠിച്ചിരിക്കണം. നെക്സ്റ്റ് വൺ ട്രാൻസ്ലേഷൻ, ഈ ഒരു ഇമേജ് തന്നിട്ട് ഇത് ഏത് പ്രോസസ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അപ്പൊ നിങ്ങൾ ട്രാൻസ്ലേഷൻ എന്ന് എഴുതിയേക്കണം. അല്ലെങ്കിൽ ഇതിനകത്ത് എന്തിനെങ്കിലും ഒക്കെ മാർക്ക് ചെയ്യാനായിരിക്കും, സംടൈംസ് അത് mRNA മാർക്ക് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ അത് റൈബോസോമിനെ മാർക്ക് ചെയ്യാനായിരിക്കും. അപ്പൊ ഈ ഒരു ഡയഗ്രാം മാത്രമല്ല, നമ്മുടെ NCERT-യിൽ ഈ ചാപ്റ്ററിൽ നിന്നല്ല എല്ലാ ചാപ്റ്ററിലും ഏതൊക്കെ ഡയഗ്രാംസ് ഇമേജസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ കാര്യമായിട്ട് തന്നെ നമ്മൾ പഠിക്കണം. കാരണം ഏത് ഡയഗ്രാം വേണമെങ്കിലും എക്സാം ചോദിക്കും. കാരണം ഈ ഒരു ലേബലിംഗ് അല്ലെങ്കിൽ ഗ്രാഫുകളൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇടുന്നവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ്. യെസ്, അപ്പൊ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രക്ചർ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. യെസ്, അപ്പൊ ഈ ഒരു ന്യൂക്ലിയോസോമിനെ പറ്റി നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, പക്ഷേ ഈ ഒരു H1 ഹിസ്റ്റോൺ, ലിങ്കർ ഹിസ്റ്റോൺ ഇതിനെപ്പറ്റി മെയിൻ ആയിട്ട് അധികം പറയുന്നില്ല. സോ ഈ ഒരു H1 ഹിസ്റ്റോൺ ലേബൽ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഇഷ്ടംപോലെ തവണ ചോദിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ DNA ലേബൽ ചെയ്യുക, ഹിസ്റ്റോൺ ഒക്ടാമർ. അപ്പൊ ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എത്ര മോണോമേഴ്സ് ഉണ്ട്, ഇങ്ങനെയുള്ളൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ആൻഡ് ഇതിനോടൊപ്പം തന്നെ ചോദിക്കുന്നതാണ് യൂക്രോമാറ്റിനും ഹെട്രോക്രോമാറ്റിനും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിലൊന്നിലും ഞാൻ ആൻസർ പറഞ്ഞിട്ടില്ല. അപ്പം പെട്ടെന്ന് കുറെ ക്വസ്റ്റ്യൻസ് പറയാമെന്നാണ് വിചാരിച്ചത്. അപ്പൊ ആൻസർ നിങ്ങൾ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. യെസ്, നെക്സ്റ്റ് വൺ ലാക്കോപ്രോൺ, ദാറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അപ്പം ലാക്കോപ്രോൺ, അപ്പൊ ലാക്കോപ്രോണിൽ 2 രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻഡ്യൂസർ ആൻഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ. അപ്പം രണ്ടും ഈ ഡയഗ്രാം ബേസ്ഡ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം. ഇതിൽ റിപ്രസർ ഏതാണ്, അല്ലെങ്കിൽ ഇതിൽ ഓരോന്നും മാർക്ക് ചെയ്യാൻ, ഇതിലുള്ള സ്ട്രക്ചറൽ ജീനിൽ വന്നിരിക്കുന്ന സ്ട്രക്ചറൽ ജീൻ കോഡ് ചെയ്യുന്ന എൻസൈംസ് ഏതാണ്, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ആൻഡ് ലാക്കോപ്രോൺ പഠിക്കുമ്പോൾ നിങ്ങൾ കോൺസെപ്റ്റ് തെറ്റാണ്ട് തന്നെ പഠിക്കണം. ഒരു കാര്യം ഓർക്കുക, നമ്മുടെ പ്രോക്യാരിയോട്സ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ന്യൂട്രിയൻ മീഡിയം എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് ഇല്ലെങ്കിൽ മാത്രമേ അവർ ലാക്ടോസിനെ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. സോ എന്താണ് ലാക്കോപ്രോൺ ഓൺ ആകുന്നത് എപ്പോഴാണ്, ഗ്ലൂക്കോസ് അവരുടെ മീഡിയത്തിൽ ആബ്സെന്റ് ആവുമ്പോഴാണ് ലാക്കോപ്രോൺ ഓൺ ആകുന്നത് എന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. യെസ്, അപ്പം നെക്സ്റ്റ് വൺ ഈ ഒരു റെപ്ലിക്കേഷൻ ഫോർക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിൽ തന്നെ ടെംപ്ലേറ്റ് DNA
പാരന്റൽ സ്ട്രാൻഡ്, അതുപോലെ കണ്ടിന്യൂസ് സിന്തസിസ് നടക്കുന്ന സ്ട്രാൻഡ് ഏതാണ്, ഡിസ്കണ്ടിന്യൂസ് സിന്തസിസ് നടക്കുന്ന സ്ട്രാൻഡ് ഏതാണ്, ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡുകൾ ഏതാണ്, അതുപോലെ ഇതിൽ ഏതാണ് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ്, ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന എൻസൈം ഏതാണ്, DNA പോളിമറൈസേഷനിലെ മെയിൻ എൻസൈം DNA പോളിമറൈസ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഈ ഒരു പാർട്ടിൽ നിന്ന് പ്രതീക്ഷിക്കാം. ആൻഡ് ഇതിനൊപ്പം തന്നെ നിങ്ങൾ നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിലെ അപ്പൊ അതും, അതുപോലെ നമ്മുടെ സിഗ്മ ഫാക്ടർ എവിടെ വരുന്നു, റോ ഫാക്ടർ എവിടെ വരുന്നു എന്ന് വരുന്ന ഒരു രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ മെയിൻലി ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. സോ ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ഒറ്റ ക്വസ്റ്റ്യനും അല്ലെങ്കിൽ ഒരു പാർട്ടുകളും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ പഠിക്കണം. നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് സ്കോർ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.